നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങി ഉക്രൈൻ ആക്രമണത്തിൽ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണത്തിലെന്ന് സുഹൃത്ത് ജെയിൻ. നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു. നന്ദിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിന്റെ ലില്ലി എഴുന്നള്ളിപ്പും ഈ മാസം 18 മുതൽ 20 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ വിശദമായി. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങി ഉക്രൈൻ ആക്രമണത്തിൽ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണത്തിലെന്ന് സുഹൃത്ത് ജെയിൻ. ബിനിലിനെ 5-ാം തീയതി മറ്റൊരു സംഘത്തിനൊപ്പമാണ് അയച്ചത്. രണ്ടാമത്തെ സംഘത്തിനൊപ്പം പോകുന്നതിനിടെ ബിനിലിന്റെ മൃതദേഹം കണ്ടെന്ന് ജെയിൻ ബിനിലിന്റെ കുടുംബത്തെ അറിയിച്ചു. തൊട്ടുപിന്നാലെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ജെയിനും പരിക്കേറ്റു. ജെയിൻ ഇപ്പോൾ മോസ്കോയിൽ ചികിത്സയിലാണ്. കൊല്ലപ്പെട്ട ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായില്ല. കഴിഞ്ഞ ഏപ്രിലാണ് ബിനിലും ജെയിനും റഷ്യയിലേക്ക് പോയത്. ഇലക്ട്രീഷ്യൻ ജോലി എന്ന് പറഞ്ഞാണ് ഇരുവരെയും റഷ്യയിലേക്ക് കൊണ്ടുപോയത്. പിന്നീടാണ് അവിടെ പെട്ടുകിടക്കുകയാണെന്ന് മനസ്സിലായത്. മനുഷ്യക്കടത്തിന് ഇരയായ യുവാക്കളെ രക്ഷിച്ച് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ബിനിൽ ബാബുവിന്റെ മരണവാർത്ത എത്തിയത്. നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് S. ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് TK പുറിഞ്ചു മുഖ്യാതിഥിയായി. കൊടകര ബ്ലോക്ക് മൾട്ടിപർപ്പസ് സഹകരണ സംഘം പ്രസിഡന്റ് KM ബാബുരാജ് മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൽ സലാം മുൻ ബാങ്ക് പ്രസിഡന്റുമാരെ ആദരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കൂടപ്പറമ്പിൽ, തലപ്പള്ളി താലൂക്ക് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി, പന്തല്ലൂർ പാടശേഖര സമിതി സെക്രട്ടറി KK രാജൻ, മുൻ ബാങ്ക് പ്രസിഡന്റ് ഡേവിസ് പൊഴോലി പറമ്പിൽ, സെക്രട്ടറി ഇൻചാർജ് M. ബ്രീസി ജോൺ എന്നിവർ പ്രസംഗിച്ചു. നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്ക് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ബാങ്കാണ്. ഇത് 1976 നെല്ലായി പറപ്പൂക്കര 460 സഹകരണ ബാങ്കായി പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പൊ ഈ ബാങ്കിൽ 90 കോടി രൂപ നിക്ഷേപവും 63 കോടി രൂപ വായ്പയുമാണ് ഈ ബാങ്കിലുള്ളത്. നന്ദിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ PK അംബിക, CB ഷീജ, ഓഫീസ് സ്റ്റാഫ് CR യശോദ എന്നിവർക്കുള്ള യാത്രയയപ്പും ചടങ്ങിൽ നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. PTA പ്രസിഡന്റുമാരായ KK സത്യൻ, പ്രദീപ് CR, ബാബു CR, MR ഭാസ്കരൻ, KM രാജു, MK അശോകൻ എന്നിവരെ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ആദരിച്ചു. സ്കൂൾ ഇയർ പ്ലാനിന്റെ വിതരണോദ്ഘാടനം കേരള പോലീസ് അക്കാദമി ഡയറക്ടർ P. വാഹിദ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കാർത്തിക ജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പാകരൻ, പഞ്ചായത്ത് അംഗങ്ങളായ നന്ദിനി സതീശൻ, രാധാ വിശ്വംഭരൻ, VHSC പ്രിൻസിപ്പൽ മഞ്ജു K. മാത്യു, പ്രധാനാധ്യാപിക P. സമീന തോമസ്, HSS പ്രിൻസിപ്പൽ ഇൻചാർജ് K. ശ്രീബ ശ്രീകരൻ, PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ, MPTA പ്രസിഡന്റ് ഷൈനി ശ്രീനിവാസൻ, SMSC ചെയർമാൻ CK സുദേവൻ, വികസന സമിതി സെക്രട്ടറി KK സത്യൻ, OTA സെക്രട്ടറി AK രാമകൃഷ്ണൻ, സ്റ്റാഫ് സെക്രട്ടറി K. സ്ഥീരത എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സാമ്പത്തികമായും സാംസ്കാരികമായും ഒക്കെ ഉന്നതിയിലെത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണ് ഈ രണ്ട് സ്കൂളുകൾ. ഗവൺമെൻറ് സ്കൂൾ എന്ന നിലയിൽ പൊതുവിൽ നേരത്തെ ഒരു കാലം
വളരെ മോശമായ ഒരു ഭൗതിക പശ്ചാത്തലമുള്ള കാലത്തിൽ നിന്നും മാറി പതുക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന സന്തോഷകരമായ ഒരു വേളയിൽ തന്നെയാണ് നമ്മുടെ വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വിദ്യാലയം സ്കൂൾ കലോത്സവത്തിൽ നമുക്ക് സമ്മാനം നേടുന്നു. നിരവധി സ്കോളർഷിപ്പ് എക്സാമുകളിൽ ഈ വിദ്യാലയത്തിൽ നിന്ന് കുട്ടികൾ സമ്മാനം നേടുന്നു. കായിക മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ TS മുരളി അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് മുഖ്യാതിഥിയായും ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഉത്സവം ഫെയും മുരളി ചാലക്കുടി വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക KS ഉദയയുടെ യാത്രയപ്പും ചടങ്ങിൽ നടന്നു. PV സമിതി പ്രസിഡന്റ് ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ എൻഡോവ്മെന്റ് വിതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗം KV സുഭാഷ്, PV സമിതി വൈസ് പ്രസിഡന്റ് KK അരുൺ, സമിതി സെക്രട്ടറി ജോർജ് പടിഞ്ഞാറേത്തല, സമിതി ട്രഷറർ നിവിൽ അഗസ്റ്റിൻ, പ്രിൻസിപ്പൽ ലേഖ N മേനോൻ, HSS സെക്രട്ടറി K കാർത്തിക, PTA പ്രസിഡന്റ് CK ബിനേഷ്, വൈസ് പ്രസിഡന്റ് PK റോയ്, AUPS പ്രധാന അധ്യാപിക P സ്വപ്ന, ഫസ്റ്റ് അസിസ്റ്റന്റ് PR ജിഷ, സ്റ്റാഫ് സെക്രട്ടറി CC ജോയ്, അനധ്യാപക പ്രതിനിധി PA ബിജു, വിദ്യാർത്ഥി പ്രതിനിധികളായ അനിറ്റ C ഷാജി, KG ശ്രീമിക എന്നിവർ പ്രസംഗിച്ചു. മതമൈത്രിയുടേതുകൂടിയായി വരാക്കര പൂരത്തിന്റെ ചടങ്ങുകൾ. എല്ലാ വർഷവും പൂരത്തോടനുബന്ധിച്ച് വരന്തരപ്പള്ളി തെക്കുമുറി പൂരസെറ്റ് രാത്രിപൂരം തിരികെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ പള്ളിക്കുന്ന് അസംഷൻ പള്ളിയുടെ കപ്പേളയുടെ മുൻപിൽ വെളിച്ചപ്പാട് പറന്നിറക്കുകയും കോലമേന്തിയ ആന ആചാരം ചെയ്ത് താലപ്പൊലിയായിട്ടാണ് വരാക്കര ക്ഷേത്രത്തിലേക്ക് പോവുക. പുലർച്ചെ 1:30 ഈ വർഷത്തെയും ചടങ്ങുകൾ നടന്നത്. പുണ്യവാളന്റെ മുൻപിൽ തിരി തെളിയിച്ചതിനു ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പൂരത്തോടനുബന്ധിച്ചു വരുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം പള്ളിയിലെയും സ്കൂളിലെയും ഗ്രൗണ്ടിലുമായി നൽകിയിരുന്നു. പള്ളിയിലെ തിരുനാളിലും അമ്പലക്കമ്മിറ്റി അംഗങ്ങൾ പള്ളിയിലെത്തി ആശംസകൾ നേരാറുണ്ട്. മതസൗഹാർദ്ദത്തിന്റെയും സഹോദര്യത്തിന്റെയും ഉത്തമ മാതൃക അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് ഈ ഒത്തുചേരലിലൂടെ വരന്തരപ്പള്ളി പള്ളിക്കുന്ന് പള്ളിയും വരാക്കര ഭഗവതി ക്ഷേത്രവും. തലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര പുണർദം തിരുവുത്സവത്തിന് സമാപനം. രാവിലെ അലങ്കാര ദർശനം, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. പുറത്തേക്ക് എഴുന്നള്ളിപ്പും ഉണ്ടായി. പ്രസാദകൂട്ടും ഒരുക്കിയിരുന്നു. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്ര മൈതാനിയിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ശാന്തി ബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് അംഗം MR രഞ്ജിത്ത്, മുൻ അംഗം ശ്രീധരൻ കളരിക്കൽ, ക്ഷേത്രം സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, വൈസ് പ്രസിഡന്റ് സുധീഷ് വെട്ടിയാട്ടിൽ, ക്ഷേത്രം മുൻ സെക്രട്ടറി സുബ്രൻ കുറ്റിലക്കാടൻ, മുൻ ട്രഷറർ സത്യൻ പള്ളാടൻ, ക്ഷേത്രം ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ, ജോയിന്റ് സെക്രട്ടറി ബാബു കാവുങ്ങൽപ്പിള്ളി, കമ്മിറ്റി അംഗം രാമൻ തയ്യിൽ, ആഘോഷ കമ്മിറ്റി കൺവീനർ രമേശ് പാറമേക്കാടൻ, ആഘോഷ കമ്മിറ്റി അംഗം മനോജ് വാക്കയിൽ, ഭഗ്നി മണ്ഡൽ, പ്രസിഡന്റ് സരസ സുരേഷ്, സെക്രട്ടറി ഷീല രാജൻ, ഖജാൻജി വത്സ തച്ചപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. KK രാമചന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. അവസരമുണ്ടായി, വളരെ സന്തോഷം ഉണ്ട് ഈ കാര്യത്തിൽ. ആ സന്തോഷം നിങ്ങൾ എല്ലാവരോടും അറിയിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന് നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഉത്സവ ആശംസകളും കൂടി നേർന്നുകൊണ്ട് നേരത്തെ അവിടെ സ്ഥാപിച്ച ആ മിനി മാസ്റ്റിന്റെ ലൈറ്റിന്റെ പ്രകാശനം നിർവഹിച്ചത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ഇഞ്ചക്കുണ്ട് കലാലയ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ ശങ്കരൻ കരുമാലി ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി MP ജോഷി അധ്യക്ഷത വഹിച്ചു. കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട്, PG പ്രദീപ് കുമാർ, CK ഗോപാലൻ, PP പീതാംബരൻ, സോന ഗോകുൽ എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 7ാം ക്ലാസ് വിദ്യാർത്ഥിനി
ഋഷിക പ്രജിത്തിനെ ചടങ്ങിൽ അനുമോദിച്ചു. എഴുത്തുകാരനും അധ്യാപകനുമായ വേലായുധൻ എളേടത്തിന്റെ നിര്യാണത്തിൽ മാഞ്ഞൂർ NSS കരയോഗം അനുശോചനം രേഖപ്പെടുത്തി. അനുസ്മരണ യോഗത്തിൽ കരയോഗം പ്രസിഡന്റ് PV രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ VB അരുൺ, രാധിക സുരേഷ്, ശ്രുതി രാഗേഷ്, വിവിധ കക്ഷി നേതാക്കളായ സതീഷ് ബാബു, ബിജു അമ്പഴക്കാടൻ, NK സുബ്രൻ, A ഉണ്ണികൃഷ്ണൻ, നന്ദിപുലം SCB പ്രസിഡന്റ് VB രാമചന്ദ്രൻ, VG സിജിത്ത്, VK രാജൻ, PR കൃഷ്ണൻ, PK ഗോപാലകൃഷ്ണൻ, K പത്മനാഭൻ, രാജേഷ്, സലിൽ കുണ്ടനി എന്നിവർ അനുസ്മരണം നടത്തി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിന്റെ ലില്ലി എഴുന്നള്ളിപ്പും ഈ മാസം 18 മുതൽ 20 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 18-ന് യൂണിറ്റുകളിലേക്ക് അമ്പ്, രാത്രിയിൽ സൗണ്ട് ഫയർ ഷോ, ലില്ലി എഴുന്നള്ളിപ്പ്, 19-ന് തിരുനാൾ പാട്ടുകുർബാന, പ്രദക്ഷിണം, സൗണ്ട് ഫയർ ഷോ, 20-ന് ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടന്റെ കാർമ്മികത്വത്തിൽ അനുസ്മരണ ബലി, ടൗൺ അമ്പ് എന്നിവയുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി, കൈക്കാരന്മാരായ വർഗീസ് കോമ്പാറക്കാരൻ, വർഗീസ് തൊമ്മാന, ജോസ് മാത്യു ഊക്കൻ, PRO ജോയ് തെക്കുംതല എന്നിവർ പങ്കെടുത്തു. ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ചെങ്ങാലൂർ കാരുണ്യനികേതൻ ഡയറക്ടർ ഫാദർ ജോർജ് കണ്ണംപ്ലാക്കൽ തിരുനാൾ കൊടിയേറ്റം നടത്തുകയും തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനം നടത്തുകയും ചെയ്തു. പരിശുദ്ധ കർമ്മലമാതാവിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ റപ്പായൽ മാലാഖയുടെയും 155-ാം സംയുക്ത തിരുനാൾ ആഘോഷം ജനുവരി 21, 22, 23 തീയതികളിലായി നടക്കും. തിരുനാൾ ദിവസങ്ങൾ വരെ വൈകിട്ട് 5:30 മുതൽ ജപമാല, ലതീഞ്ഞ്, നൊവേന, ദിവ്യകാരുണ്യ ആശീർവാദം, വിശുദ്ധ കുർബാന എന്നിവ നടക്കും. 16-ന് പ്രതിമാസ കർമ്മലമാതാ ദിനാചരണത്തോടനുബന്ധിച്ച് നവനാൾ തിരുക്കർമ്മങ്ങളോടൊപ്പം തൈലാഭിഷേകം, കുട്ടികൾക്കുള്ള ചോറൂണ്, ഊട്ടുനേർച്ച ഭക്ഷണ വിതരണവും വൈകിട്ട് 7 മണിക്ക് കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ് എന്ന നാടകവും അരങ്ങേറും. 21 ചൊവ്വാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയോടൊപ്പം കൂടുതുറക്കൽ ശുശ്രൂഷയും പ്രസിദ്ധേന്തി വാഴ്ചയും വൈകിട്ട് 7 മണിക്ക് വേസ്പരയും നടക്കും. തുടർന്ന് 30ഓളം യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പ് രാത്രിയോടെ പള്ളിയങ്കണത്തിൽ സമാപിക്കും. തിരുനാൾ ദിവസം രാവിലെ ആഘോഷമായ പാട്ടുകുർബാന, തിരുനാൾ പ്രദർശനം എന്നിവയ്ക്ക് ശേഷം വർണ്ണമഴയും ബാൻഡുവാദ്യമേളവും ഉണ്ടായിരിക്കും. വ്യാഴാഴ്ച രാവിലെ മരിച്ച വിശ്വാസികളുടെ ഓർമ്മയാചരണവും വൈകിട്ട് 7 മണിക്ക് പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേളയും തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കും. ഭാരത പരിശുദ്ധ തൃത്വത്തിൻ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ തൃത്വത്തിന്റെയും തിരുനാൾ ഈ മാസം 18, 19 തീയതികളിലായി ആഘോഷിക്കും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തും വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി ബുധനാഴ്ച രാവിലെ 11 മണിക്ക് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഹാളിൽ സംരംഭക സഭ സംഘടിപ്പിക്കും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിക്കും. ദന്താരോഗ്യത്തിന് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം തന്നെ കഴിക്കണം. പല്ലുകളുടെ ആരോഗ്യത്തിന് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റിപ്പോർട്ടിലേക്ക്. പാലും പാലുൽപ്പന്നങ്ങളുമാണ് ആദ്യമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. പാല്, ചീസ്, തൈര് എന്നിവയിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് പാലിന്റെ ഇനാമലിനെ സംരക്ഷിക്കുകയും പല്ലിന്റെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യും. പാലുൽപ്പന്നങ്ങളിലെ പോഷകങ്ങൾക്ക് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ചില ആസിഡുകളെ നിർവീര്യമാക്കാൻ കഴിയും. ഇതുവഴി ഇവയ്ക്ക് പല്ലുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയും. ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ അകറ്റി നിർത്താം എന്നത് ശരിയാണ്. പല്ലുകളുടെ ആരോഗ്യത്തിനും ആപ്പിൾ ഡയറ്റിൽ ഉൾപ്പെടുത്താം. പല്ലുകളിൽ ക്യാവിറ്റി ഉണ്ടാകുന്നത് തടയാൻ ആപ്പിൾ നല്ലതാണ്. ചവച്ചിറക്കുന്നതും നാരുകൾ അടങ്ങിയതുമായ പഴങ്ങൾ പല്ലുകളിൽ പറ്റിപ്പിടിക്കുന്ന ബാക്ടീരിയകളെ നീക്കം ചെയ്യും. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ദന്താരോഗ്യത്തിന് ഏറെ നല്ലതാണ്. അതിനാൽ ഓറഞ്ച്, നാരങ്ങ, പൈനാപ്പിൾ, തക്കാളി, വെള്ളരിക്ക തുടങ്ങിയവയ്ക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം.
ഇവ പല്ലുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും. സ്ട്രോബെറിയാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന സ്ട്രോബെറി ദന്താരോഗ്യത്തിന് നല്ലതാണ്. പല്ലുകൾക്ക് നല്ല നിറം നൽകാനും ഇവ സഹായിക്കും. ഇലക്കറികളാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ചീര, ബ്രോക്കോളി, മറ്റ് പച്ചിലക്കറികൾ എന്നിവ വിറ്റാമിനുകളെയും ധാതുക്കളെയും ഉറവിടമാണ്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ, ഫോളിക് ആസിഡ് എന്നിവ പല്ലിന്റെയും മോണയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. തൈരാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. കാൽസ്യം, പ്രോട്ടീൻ എന്നിവയാൽ സമ്പന്നമാണ് കട്ടത്തൈര്. അതിനാൽ ഇവ പല്ലിന്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. സ്ത്രീകളിലും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലും സാമൂഹിക നീതി അവബോധം സൃഷ്ടിക്കുന്നതിനായി നിയമവകുപ്പ് മാറ്റൊലി 2025 സംഘടിപ്പിക്കുന്നു. ജനുവരി 18 രാവിലെ 10 അയ്യന്തോൾ പ്രിയദർശിനി ഹാളിലാണ് പരിപാടി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7330 രൂപ, പവന് 58,640 രൂപ. മാങ്കുറ്റിപ്പാടം ചേനത്തുപറമ്പിൽ പൈലൻ ഭാര്യ മേരി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:15 മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളി. ബെന്നി, ബെറ്റി, ബിൻസി എന്നിവർ മക്കളും സോനി, ഷിബു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങി ഉക്രൈൻ ആക്രമണത്തിൽ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണത്തിലെന്ന് സുഹൃത്ത് ജെയിൻ. നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു. നന്ദിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിന്റെ ലില്ലി എഴുന്നള്ളിപ്പും ഈ മാസം 18 മുതൽ 20 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.